ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ സ്പെഷ്യലായിട്ടോ, എന്താ വെച്ചാൽ കുക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ കേട്ടോ. കാരണം മക്രോണി പോളൊക്കെ ഞാൻ തന്നിട്ടുണ്ട്, പക്ഷേ നൂഡിൽസ് പോലെ ഞാൻ അതേമാതിരി ആദ്യമായിട്ട് തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നിങ്ങൾ കാണിച്ചത്. അതിന് ആവശ്യത്തിനായിട്ടുള്ള നൂഡിൽസ് എടുത്തിട്ട് ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കട്ടെ. കട്ട കൊടുത്തിട്ട് വെള്ളത്തിലൊന്നിങ്ങനെ എന്താവുക യോജിക്കണമല്ലോ, ഓല് തമ്മിലത് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കുത്തി കൊടുക്കട്ടെ. എന്നിട്ട് അതിങ്ങനെ പിടിച്ചെടുത്തിട്ട് പിന്നെ അത് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അടിയിൽ പിടിച്ചെടുത്തിട്ട് അങ്ങനെ ഇടയ്ക്ക് നിലക്കും അങ്ങനെ ഇളക്കി കൊടുത്ത് വേവിച്ചുകൊണ്ട് എന്നിട്ട് പിന്നെ വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കട്ടെ. എന്നിട്ട് പിന്നെ അതിലേക്ക് മസാല വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലാട്ടം എടുത്തിരുന്നു. നിങ്ങളെടുത്ത് എന്താ വെച്ചാൽ എടുക്കട്ടെ, ഓയിലും വെളിച്ചെണ്ണയൊക്കെ എടുക്കട്ടെ. പിന്നെ ഞാനൊരു ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യട്ടെ. പല മോഡലും ഉണ്ടാക്കാം. ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവില്ല. എന്നാൽ മധുരമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ആദ്യം വേപ്പിൻ്റെ ഇല ഇട്ടെടുത്തിട്ടാണ്. അങ്ങനെ വേപ്പിൻ്റെ ഇല ഇട്ടെടുത്ത് അത് വാടി വരാൻ വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ തീ കുറച്ച് വെച്ചുകൊണ്ട് എൻ്റെ മാതിരി കള്ളപ്പണി, അതായത് എളുപ്പപ്പണി നോക്കാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചാൽ വേഗം കരിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ കരിയുണ്ടല്ലോ, അപ്പോൾ തുടക്കത്തിൽ തന്നെ കരിച്ചുണ്ടല്ലോ വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെല്ലുള്ളി എടുത്ത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ സാധനം എടുക്കുന്നതിനനുസരിച്ച് വെല്ലുള്ളി എടുക്കുക കേട്ടോ. ഒന്നിൻ്റെ കണക്ക് ഞാൻ പറയില്ല, കാരണം എൻ്റെ ഒരു കണക്കിനനുസരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങളെ സാധനത്തിനനുസരിച്ചുള്ള കണക്ക് കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കട്ടെ. ഞാൻ ഒരു 3-4 പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിക്കണം കേട്ടോ, എരിവിന് വേണ്ടിയിട്ടും. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടം മാതിരി കേട്ടോ, എരിവും പുളിയും ഉപ്പും കളറൊക്കെ. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇപ്പോൾ ഇളക്കണതിന് ഒരു കുറവും വേണ്ട വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇരുന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ടാൽ പിന്നെ ഉള്ളി വേഗം വാടുമല്ലോ. അപ്പോൾ പിന്നെ ഓൾ തമ്മിലൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇളക്കി ഈ ഉള്ളി വാട്ടിയെടുക്കണം കേട്ടോ ആദ്യം നമുക്ക്. പിന്നെ ഞാനതിൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ. പല മോഡലും ഉണ്ട് കേട്ടോ അത് ഉണ്ടാക്കുന്ന വീഡിയോസുകളൊക്കെ. ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല. ഞാൻ ഇതൊരാട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്, രണ്ടാമട്ടും ഞാൻ ഇതേമാതിരി നമ്മളൊരു ഐഡിയക്ക് അനുസരിച്ച് അങ്ങനെ ഒപ്പിച്ചാട്ടോ. അങ്ങനെ എന്നിട്ട് പിന്നെ അത് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ടോ. എന്നിട്ട് ഒന്ന് വാടി വരുവോളം നമുക്ക് കാത്ത് കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞാൽ ആ വാടി വന്നോളും. പിന്നെ തീ കൂട്ടി വെച്ചാൽ അതിനനുസരിച്ച് പെട്ടെന്ന് വാടും. അതിൻ്റെ ഇടയിൽ ഇളക്കി കൊടുത്തോണ്ടി, അല്ലെങ്കിൽ കരിഞ്ഞ് ശിവനാവും. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ കുറച്ച് ടൈം വെച്ചിട്ടായാലും ഉള്ളി വാട്ടിയെടുത്തിട്ട് പിന്നെ എനിക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടം മാതിരി തക്കാളി ഇട്ട് കൊടുക്കുക. ഒന്നിൽ കണക്ക് ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം ചിലർക്ക് കൂടും ചിലർക്ക് കുറയും. അപ്പോൾ എനിക്ക് നല്ല അത്യാവശ്യം എരിവും പുളിയൊക്കെ വേണം, അതിനനുസരിച്ച് ഞാൻ സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെക്കാം. പിന്നെ ഓൾ തമ്മിലായിക്കോട്ടെ, നമ്മൾ പിന്നെ നോക്കണ്ടല്ലോ. പിന്നെ ഓൾ സെറ്റായി വന്ന്, അതായത് വാടി വന്നതിന് ശേഷം പിന്നെ അടുത്ത കാര്യം നോക്കിയാൽ മതി. അപ്പോൾ ഓൾ സെറ്റാകാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് ഞാൻ പോകുന്നിട്ടോ. പിന്നെ ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് പണിയുണ്ട്, അതായത് അരപ്പുണ്ടാക്കണം. ഇനി അരപ്പിന് ആവശ്യമായിട്ടുള്ള മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 4-5 മുട്ട എടുത്തിരുന്നു കേട്ടോ. നിങ്ങൾ സാധനം എടുക്കുന്നതിനനുസരിച്ച് മുട്ട എടുക്കുക. മുട്ട എടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഇത് നമ്മൾ കേക്ക് മാതിരിയൊക്കെ കേട്ടോ ഈ നൂഡിൽസ് ബോൾ അറിയുന്നത്. അപ്പോൾ അത്യാവശ്യം മുട്ട വേണം. അല്ലാതെ നമ്മൾ കള്ളപ്പണിയായിട്ട് ഇങ്ങനെ എന്താണ് സാധനം ലാഭം നോക്കിയാലൊന്നും സാധനം ശരിയാവില്ല കേട്ടോ. 1-2 മുട്ട കൊണ്ടൊന്നും ഒന്നും ആവില്ല കേട്ടോ. പിന്നെ നമ്മൾ അത്ര കുറച്ച് സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1-2 മുട്ടയൊക്കെ എടുക്കും. ഞാൻ പിന്നെ 3 കട്ട നൂഡിൽസ് എടുത്തുക്കണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 4-5-6 ഒക്കെ എടുത്തുകൊണ്ട് തോന്നുന്നു. അതിനെന്തായാലും ഈ വീഡിയോ പിന്നെ കുറേ മുന്നുള്ള വീഡിയോ കേട്ടോ, അതാട്ടോ വലിയൊരു ഓർമ്മ ഇല്ലാത്ത. അപ്പോൾ ഗാലറിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഫോണത്തെ സ്പേസ് കഴിഞ്ഞിടന്ന് കണ്ടപ്പോൾ ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഈ വീഡിയോ കണ്ടുപെട്ട് എന്നോ എടുത്ത് വെച്ചതാണ്. നോമ്പിൻ്റെ ഒക്കെ മുന്നേ എടുത്ത് വെച്ച വീഡിയോ തോന്നുന്നുണ്ട് കേട്ടോ, കുറേ ആയിക്കും. പിന്നെ എന്തായാലും നമ്മൾ ആ നൂഡിൽസിൻ്റെ മസാല ഉണ്ടല്ലോ, ആ പാക്കറ്റ് മസാല ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ എത്ര കട്ട എടുക്കണം അതിനനുസരിച്ചുള്ള പാക്കറ്റ് കട്ട ഉണ്ടാവില്ല, അത് ഇട്ട് കൊടുക്കും. പിന്നെ 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ 2 മാഗി ക്യൂബ് എടുത്തുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. കാരണം മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും, നമ്മൾ ഇതില്ലേ എന്താ നൂഡിൽസിൻ്റെ മസാലപ്പൊടി അതിൽ ഉപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തതിന് പുറമെ മസാലയിട്ട് ഉപ്പും കൂടി അപ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് കൂടി ഇട്ടാൽ. പിന്നെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൂടും കുറയുകയാണല്ലോ. എല്ലാം നന്നായിട്ടൊന്നും ഒരിക്കലും നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും ഇനി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട്, എനിക്കൊരു ചതി പറ്റി, നിങ്ങൾക്ക് ആ ചതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ എന്തെങ്കിലും തിന്നുമ്പോഴാവും ഇതിൽ വന്ന തെറ്റ് നമുക്ക് മനസ്സിലാവും, ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ലല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും അത്ര ഓവർ ഉപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അത്യാവശ്യം ഇത്തിരി ഒരു പൊടിക്ക്. പിന്നെ ഇങ്ങനെ ഗരം മസാല, ഇത്തിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, അങ്ങനത്തെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എനിക്കിഷ്ടമായിട്ടല്ല മസാല ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കാനും.
പിന്നെ ഇങ്ങനെ അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓലൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നല്ല ഇളക്കി ഓലൊക്കെ കൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓലായിട്ട് കൂടി ചേരൂലല്ലോ, നമ്മളായിട്ട് ഇങ്ങനെ ഇളക്കി കൂട്ടി ചേർത്താൽ വേഗം മസാല പിടിച്ചോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഓല കൂട്ടി ചേർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഓലിങ്ങോട്ട് സെറ്റായി എന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മളെ പണി നിർത്തിയിട്ട് അടുത്ത പണി നോക്കാം. അതായത് ഇത് മൂടി വെക്കുക. പിന്നെ ഒരു സെറ്റായിക്കോട്ടെ, ആരും കാണണ്ട. അതിന് പിന്നെ മൂടി വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ആ ടൈം കൊണ്ട് വേറൊരു പണി എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനാവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നായിട്ട് ഇട്ടിട്ട് ഇത്തിരി വെള്ളത്തിലാട്ടോ. ഞാൻ ചിക്കനാണ് എടുത്തേക്കണം കേട്ടോ. ബീഫോ എന്താ ചങ്ങായിക്കുള്ള ചെടുക്കട്ടോ. എന്നിട്ട് പിന്നെ അത് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് ചിക്കൻ വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ചിക്കൻ വെച്ച നേരം കൊണ്ട് നമ്മൾ ഇതില്ലേ നൂഡിൽസും വേവിച്ച് വെച്ച് അതിക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അതായത് ആ മുട്ട പൊട്ടിച്ച മസാലയൊക്കെ ഇട്ട് അത് അരച്ചെടുത്തിട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ സെറ്റാക്കാൻ വെച്ചിരുന്ന മസാല ഉണ്ടല്ലോ, ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ടുള്ള ആ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇത് മസാല കൂട്ടിയിരിക്കുന്ന ചായപാത്രത്തിലാട്ടോ. നിങ്ങളതൊന്നും നോക്കണ്ട, നിങ്ങളുടെ അടുത്തുള്ള ഏത് പാത്രം അതിൽ കൂട്ടട്ടോ. പിന്നെ ഇങ്ങനെ എന്തായാലും ഈ മസാല കൈക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ മുൻകൂട്ടി പറഞ്ഞത് എരിവുള്ളവർക്ക് എരിവ് ഇങ്ങനെ കൂട്ടിയിടുക, കുറക്കേണ്ടവർക്ക് മുളകും പൊടിയൊക്കെ കുറച്ചിടാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതൊക്കെ ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഓലെല്ലാവരും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി കുഴച്ചെടുക്കട്ടെ. പിന്നെ ഓലൊക്കെ ഒന്ന് കമ്പനി ആവട്ടെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എല്ലാവരും വേറെ വേറെ ഫാമിലിക്കാരല്ലേ, അപ്പോൾ ഓലൊക്കെ ഒന്ന് ഒരു ഫാമിലി ആക്കി എടുക്കട്ടെ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതാക്കട്ടെ. ഇനിയിപ്പോൾ കുത്തി അടഞ്ഞു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം അത് കേക്ക് ലുക്കായിട്ടേക്കാരം വരും. ഇനിയിപ്പോൾ നമ്മൾ തിന്നണ മാതിരി നീളത്തിൽ വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല ഇളക്കി കൊടുത്ത് മസാല എല്ലായിടത്തേക്കും പിടിച്ചോണം. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മറ്റേത് അവിടെ ഇവിടെയൊക്കെ മസാല ആകുമ്പോൾ ബോറാവൂലേ. പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. അരക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാം ഉണ്ടെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ മിക്സി കേടന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നോക്കിയും കണ്ടും ചെയ്യുക. എനിക്കോരോ ചതി പറ്റുകൊണ്ട് കേട്ടോ ഞങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. കാരണം നമുക്ക് പറ്റിയ ചതി മറ്റുള്ളവർക്ക് പറ്റരുതല്ലോ. നമ്മളെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് ആ ചതി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ആദ്യം പറഞ്ഞില്ല ഉപ്പ് കൂടുന്ന കഥ. അതെന്താ സംഭവിച്ചാൽ മാഗി ക്യൂബിൽ അതിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ട്. പിന്നെ അതിന് പുറമെ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് അത്യാവശ്യം ഇടണം, പക്ഷെ ഓവറാവരുത്, ശ്രദ്ധിച്ചിടണം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ നമുക്ക് അതൊക്കെ നല്ല ഇളക്കി കൂട്ടി കുഴച്ച് ഓലൊക്കെ ഒന്ന് നന്നായി സെറ്റാക്കിയതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട്, അതായത് നമ്മൾ ഇതുണ്ടാക്കാൻ എടുക്കുന്ന പാത്രം എടുക്കുക. ഞാനൊരു ഫ്രൈ പാൻ്റെ ഒരു വലിയ ചീനച്ചട്ടി കേട്ടോ. ചീനച്ചട്ടി നിങ്ങളെന്താ പറയുന്നതാവട്ടെ, എന്തായാലും ഒരു ചട്ടി കേട്ടോ എടുത്തിക്കണം. പിന്നെ അതിൽ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ കൈയിട്ടിന് നന്നായിട്ട് ഇതാക്കട്ടെ. ബ്രഷ് എടുക്കുന്നവർക്ക് എടുക്കുകയൊക്കെ ചെയ്യട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ കൈയിട്ട് ഇതാക്കട്ടെ, എന്നുള്ള എല്ലായിടത്തും എത്തി എന്നുള്ളൊരു ഉറപ്പ് തോന്നുന്നു കേട്ടോ എനിക്ക്. പിന്നെ ഏറ്റവും ടേസ്റ്റ് കൂടെ നമ്മൾ കൈയിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാവും. നമ്മൾ ഇങ്ങനെ കയ്യിലേറ്റും അതായിട്ടും ഇതായിട്ടൊന്നും ചെയ്താൽ അത്ര വലിയതുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ഈ നൂഡിൽസ് പിന്നെ എന്തിനാണ് കയ്യിലേറ്റ് ഇളക്കി നിലങ്ങൾ ചിന്തിക്കണം. പെരുന്ന് അധികം ചൂടായിരുന്നു, കാരണം മസാല അത്യാവശ്യം ചൂടുള്ള സ്പോട്ടിലേക്ക് അതിനായിട്ട് ഇട്ടെടുത്തിരുന്നു. ആ കൈയിട്ട് ഇളക്കിയാൽ വിവരമായിരുന്നു. പിന്നെ അതെല്ലാം മുളകും പൊടിയും മുളകൊക്കെ ഇട്ടാണ്. അപ്പോൾ പിന്നെ കൈ ചുട്ട് കയറിയിട്ട് അന്തം ഉണ്ടാവില്ല കേട്ടോ, തിന്നേണ്ട പൂതി എടുക്കും. അതുകൊണ്ടാട്ടോ ഞാൻ കയ്യിലെടുത്തിരുന്നു. അത് നിങ്ങളെ ഇഷ്ടം കേട്ടോ, കയ്യിലോ കത്തിയോ എന്താച്ചും എടുത്ത് ഇളക്കി കൊടുത്തിട്ട് ഇതേമാതിരി നല്ല സെറ്റാക്കി എടുക്കട്ടോ. നല്ല എന്ത് നിറം മേലൊക്കെ പരത്തി എടുക്കുക. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊന്തി നിന്നാൽ മലയും കുന്നൊക്കെ ആവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് കയ്യിലായിട്ടോ എന്താ പരന്ന സാധനം, അതായത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കണം അങ്ങനത്തെ കയ്യിൽ എന്തെങ്കിലും എടുത്തിട്ട് ഇതേമാതിരി നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും സാധനം എത്തിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും ഇത് വേവണ ടൈം, അതായത് നിങ്ങൾ തീ കൂട്ടി വെച്ചിട്ടോ തീ കുറച്ച് വെച്ചിട്ട് എങ്ങനെയാ വെച്ചാൽ തീൻ്റെ ഇതുപോലെ ആവട്ടെ സാധനം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. മുട്ടയാണ് പെട്ടെന്ന് കരിയും. അപ്പോൾ മുട്ടയായ കാരണം ഏറ്റവും നല്ലത് കുറച്ച് വെച്ചിട്ട് ചെയ്യാനാട്ടോ. എന്നിട്ട് പിന്നെ അതേമാതിരി എന്തെങ്കിലും സ്പൂണോ ഇറുക്കിളിയോ പപ്പടക്കൊള്ളി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി വെക്കുക. അപ്പോൾ ഒന്നും ആവാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സാധനം വെന്തു എന്നാട്ടോ അർത്ഥം. അഥവാ നമ്മളെ മസാല എന്തെങ്കിലും പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ സാധനം വന്നിട്ടില്ല. എന്നിട്ട് അതൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് പിന്നെ നമുക്ക് ഇത് മുറിച്ചണം എന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കൊട്ടുമ്പോൾ ഇങ്ങനെ പിന്നാമ്പുറമായിട്ടല്ലേ വരിക. എന്നിട്ട് അതൊരു പ്ലേറ്റൊക്കെ കൊട്ടിയിട്ട് ആ പ്ലേറ്റ് വേറൊരു പാത്രത്തേക്ക് കൊട്ടുമ്പോൾ നമുക്കിങ്ങനെ മുറിച്ചാനുള്ളൊരു ആ മുൻഭാഗം കൈ കിട്ടും. പിന്നെ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് കൈയിട്ട് മറിച്ചിട്ട് തിരിച്ചിട്ട് എന്തും ചെയ്യട്ടോ. പക്ഷെ മറിച്ചിടുമ്പോൾ തിരിച്ചിടുമ്പോൾ കേക്കിന് ഷേപ്പ് മാറും, എലി കാര്യം മാതിരി ആവരുത്. അപ്പോൾ അതിനാട്ടെ ഈ പ്ലേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഇതാക്കുന്നത്. പിന്നെ എന്തായാലും ഞാൻ എൻ്റെ കൈ പുറത്തെടുത്തിട്ടോ, കത്തിയിട്ട് പല ഷേപ്പ് പല മോഡലാക്കി എടുത്തിട്ടാണ്.
അങ്ങനെ പിന്നെ സാധനം സെറ്റായി. അങ്ങനെ മുറിച്ചെടുക്കാൻ നോക്കിയപ്പോഴാണ് ഈ തുമ്പത്തേക്ക് കത്തി എത്താത്ത കാരണം അതായത് നമ്മൾ നൂഡിൽസ് ബോൾ പൊന്തിച്ചുമ്പോൾ ഏറ്റവും കൂടെ പോരണം കേട്ടോ. നമ്മൾ മസാല നന്നായിട്ട് കൂട്ടി കുഴച്ച് ഓല യോജിപ്പിച്ചുകൊണ്ടാണ് തോന്നുന്നത്, അവർക്ക് പിരിയാൻ തോന്നുന്നില്ല. ഒന്നെടുക്കുമ്പോൾ രണ്ടെണ്ണം ആട്ടാ പോരുന്നത്. പിന്നെ എന്തായാലും ഓലൊക്കെ ഞാൻ വേർതിരിച്ചെടുത്ത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം.